ഞാൻ പറയട്ടെ, എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കൊള്ളാം. എന്താ പേര്? എനിക്കറിയാൻ തരും. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്ക. എനിക്കൊന്നും പറയാനുള്ള ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? നീങ്കയാര് ഇതെന്നാട്ടോ? മയിലാട്ടോ പാത്രികെ, പുലിയാട്ടോ പാത്രികെ, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. അച്ഛനും അമ്മയും വന്നില്ല, അതിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത് വരുമോ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാൻ. എന്റെ ഭർത്താവില്ല. കാര്യമില്ലടാ. അടുത്ത പ്രാവശ്യം ഞങ്ങള് വൺ ഡേ ടൂർ കൊണ്ടുപോകുന്നത് മാത്രം പറയാനുള്ളൂ. അതെ. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഹലോ, സുഖല്ലേ? സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അതെ, ഫാമിലി മീറ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അടിപൊളി അഭിപ്രായം. അയ്യോ, ഇതൊക്കെ വീഡിയോ അല്ലേ? പിടിച്ചോ. ഞാൻ പറയട്ടെ, എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്. ഓക്കെ. ഇന്നലെ പുതിയതായിട്ട് ഞാൻ തുടങ്ങിയ കണ്ടന്റ് ക്രിയേഷൻ പേജ് എല്ലാ പ്രൊമോഷൻ ചെയ്യണം എല്ലാരും. അത് കുഴപ്പമില്ല. എന്നാ പറഞ്ഞോ? അപ്പൊ 2026 ഫാമിലി മീറ്റിനെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത് പറയാം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ച്, ഇതിനടുത്ത വർഷവും നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കും. കുറച്ചു പേർക്ക് പനി വന്നു, എന്നാലും ഞങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വളരെ നല്ല അഭിപ്രായം. പറഞ്ഞു. അടിപൊളിയായിരുന്നല്ല, ഫുഡൊക്കെ സൂപ്പറായിരുന്നു. അടുത്ത പ്രാവശ്യം ഞങ്ങള് ടൂർ പോവും. വളരെ നല്ല അഭിപ്രായം. സൂപ്പർ. സബ്സ്ക്രൈബ് ചെയ്യുക. മാളവിക സബ്സ്ക്രൈബ് ചെയ്യുക. വല്യമ്മക്ക് എന്താ പറയാനുള്ളത്? എല്ലാരും കൂടി ഫാമിലി മീറ്റ് നടത്തിയതിൽ വളരെ സന്തോഷം. ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്തിയതിൽ അതിലേറെ സന്തോഷം. ഈ വർഷത്തെ 2026 ഈ പരിപാടിനെ കുറിച്ച് എന്താ പറയുക? പരിപാടിയിൽ കുറച്ചു പേർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. അടുത്ത പ്രാവശ്യം എല്ലാവരും ടൂറ് പോകണമെന്ന് വിചാരിക്കണം. നല്ല കാര്യമല്ലേ അതൊക്കെ? അതെ, അത് നമ്മൾ പ്ലാൻ ചെയ്യും. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഇത് രണ്ടാമത്തെയാ. എനിക്കൊന്നും പറയാനുള്ള. ഹലോ, സുഖല്ലേ? 2026 അച്ഛനും അമ്മയും വന്നില്ല, അതിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എനിക്കൊന്നുമില്ല. നമുക്കൊരു ട്രിപ്പ് പോകണം. എല്ലാവരും ഉൾപ്പെട്ടാ നോക്കണം. അമ്മായിക്ക് എന്താണ് പറയുന്നത്? അമ്മയുടെ അഭിപ്രായം? അവരില്ലാത്ത ഒരു വിഷമമുണ്ട്. നന്നായിട്ടൊക്കെ പോയി നമ്മുടെ കാര്യങ്ങള്. അടുത്ത പ്രാവശ്യം ട്രിപ്പാണ് എല്ലാവരും പ്ലാൻ ചെയ്യണം. ടൂർ പോവാം. വൺ ഡേ ടൂർ. ഞങ്ങള് വൺ ഡേ ടൂർ കൊണ്ടുപോകുന്നത് മാത്രം പറയാനുള്ളൂ. അതെ, എന്താണ് അടുത്ത പ്രാവശ്യം വൺ ഡേ ടൂർ പോയാൽ മതി. വൺ ഡേ ടൂറായിട്ട് എല്ലാവരും ഉണ്ടാവും അറിയില്ല. നമ്മുടെ കുടുംബസംഗമം വൺ ഡേ ടൂർ പോലെ ആഘോഷിക്കാന്നാണ് എല്ലാവരുടെയും ഒരു തീരുമാനം. നടക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇനി മാമൻ എന്താ മുരളാമൻ എന്താ പറയാനുള്ളത് നോക്കാം. 2026 മീറ്റിനെ കുറിച്ച്, ഫാമിലി മീറ്റിനെ കുറിച്ച് 2 വാക്ക്. ഫാമിലി മീറ്റിങ്ങിനെ കുറിച്ചൊന്നും പറയാനില്ല. എനിക്കത് നാലാമത്തെ തോന്നണ്. നാലാമത്തെ അഞ്ചാമത്തെ മൊബൈൽ അടിക്കണം. അപ്പോഴേക്കും നമുക്ക് വെല്ലിച്ചനോട് എന്താ പറയാ 2026 ഫാമിലി മീറ്റിനെ കുറിച്ച്? നിങ്ങളുടെ ഫാമിലി മീറ്റ് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നണത്.
ഞാനത് ഇവരോട് പറയുമായിരുന്നു. അല്ല, ഈ ഫാമിലി മീറ്റ് നടത്തുന്നതൊക്കെ കൊള്ളാം. ഈ ഒരു ചെറിയ കളക്ഷൻ എല്ലാ മാസത്തിലും വെക്കുകയാണെങ്കിൽ, ഒരു കോൺട്രിബ്യൂഷൻ സ്ഥിരമായിട്ട് അത് വാങ്ങുകയാണെങ്കിൽ അത് ഒന്നിച്ചായി കഴിഞ്ഞാൽ ഒരു തുകയായിട്ട് മാറും. ആ തുക കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും, പല ആൾക്ക് അസുഖം വരിക, അല്ലെങ്കിൽ ചിലടത്ത് വല്ല കല്യാണങ്ങൾ കഴിക്കുക. അപ്പോൾ നമ്മളുടെ ഈ അംഗങ്ങളുടെ വീടുകളിൽപ്പെട്ട ആളുകൾക്ക് ഞങ്ങളുടെ സമയത്ത് ഒരു ധനസഹായം, ആസ്പത്രിയാണ് ഏറ്റവും പ്രധാനം. പിന്നെ പഠിക്കാനായിട്ട് പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാമ്പത്തിക സഹായം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതങ്ങനെ ചെയ്യാം. അത് മിക്കവാറും സാധാരണ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് സാമ്പത്തിക സഹായം ഒന്നും ആവശ്യമില്ല. ഇപ്പം സാമ്പത്തിക സഹായം നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഹയർ സ്റ്റഡീസ്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ പോകുന്ന പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആളുകളിൽ തന്നെ കേട്ടോ കിട്ടുകയാണെങ്കിൽ അവർക്കത് നന്നായിട്ട് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു സഹായം ചെയ്യലായിരിക്കണം ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത പ്രാവശ്യം ടൂറാണ്, എല്ലാവരും കൂടി ഒരു ടൂറാണ് പ്ലാൻ ചെയ്യണം. ടൂറ് നല്ലതാണ്. അപ്പൊ ഇതിലെ എന്തൊക്കെയോ ബാക്കി, കഴിഞ്ഞ പ്രാവശ്യത്തെ എന്തോ ചെറിയ ഫണ്ടൊക്കെ ബാക്കി വന്നിട്ടുണ്ട്, അത് കയ്യിലുണ്ട് ഇപ്പോഴും നമ്മുടെ. അതെ, അതിനോട് കൂടി തന്നെ കുറച്ച് പൈസ, ഫണ്ടില്ലാതെ ഒരു കാര്യം നടക്കില്ല. അപ്പോൾ ഫണ്ട് ഉണ്ടാവണം. പിന്നെ ഭക്ഷണത്തിലധികം അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയാണ് നല്ലത്. ഭക്ഷണമല്ല നമുക്ക് പ്രശ്നം. ഭക്ഷണം വേണ്ടെന്ന് ഞാൻ പറയണില്ല, അത്യാവശ്യം വേണ്ട ഭക്ഷണം, അതിനുള്ള വിഭവങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷെ അനാവശ്യമായിട്ട് പോകരുത്, അങ്ങനെ ചെയ്യണം. ഓക്കെ. മാമൻ എന്താ പറയാനുള്ളത് കേൾക്കാം. ഞാനൊന്നും പറയാനില്ല, എനിക്ക് വേറെ പ്രത്യേകിച്ച് പറയാനില്ല. അടിപൊളി പരിപാടിയാണ്. പിന്നെ ഓക്കെ. മകൻ വന്നില്ല, അവന് പനിയായി, അതുകൊണ്ടാണ്. ചെറിയൊരു വിഷമമുണ്ട്. നമുക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. വണ്ടി അവിടെ തന്നെ ഉണ്ടോ? ഇനി നമുക്ക് പ്രധാന അതിഥികളോട് കാര്യങ്ങൾ അന്വേഷിക്കാം. ഇപ്പോഴും ചോറ് കഴിച്ചിട്ടില്ല. ഇത് വരുമോ? ഇത് കപ്പെല്ലാം അയച്ചു കൊടുക്കാനുള്ളതാ. ഇതെന്റെ കൊച്ചിന് നീ ഇതും കൂടി കാണിക്കും വീഡിയോ. ഈ കൊച്ചിന് ഞാൻ കൊടുക്കണത് 2026 ഫാമിലി മീറ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, അത് നല്ലൊരു മീറ്റ് ആയിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടായിരുന്നു അന്ന്. ഞാൻ ഈ വർഷത്തെ കാര്യം ചോദിച്ചു. വർഷത്തെ കൊള്ളൂല, എന്റെ ഭർത്താവില്ല. അതെന്റെ ഭർത്താവിനെ പറ്റി രണ്ട് വാക്ക് പറയാം. എടാ, അച്ഛനെ അയച്ചു കൊടുക്കാനുള്ളതാ. ചോറ് തിന്നാനുള്ള തിരക്കില്ല. ബാജിയാണോ? ബജിക്ക് അയച്ചു കൊടുക്കാനുള്ളതാ. ബജിക്ക് അയച്ചു കൊടുക്കാനുള്ള മാളെന്താ പറയാനുള്ളത്? ഒന്നും പറയാം. പറഞ്ഞോളൂ. നീയും പറഞ്ഞോ ഓൾറെഡി. നീ പറഞ്ഞില്ല. എന്നാലും 2026 അടുത്ത വർഷം എങ്ങനെ? അടുത്ത വർഷം ടൂർ അടുത്ത വർഷത്തെ പരിപാടി വീട്ടിലല്ല, അടുത്ത വർഷം പരിപാടി ടൂറാണ്. അടുത്ത വർഷം നമ്മൾ ട്രിപ്പ് പോയിരിക്കുന്നതാണ്. എന്തായാലും നമ്മൾ ട്രിപ്പ് പോകും. എല്ലാരും വന്നാ പോവും, എല്ലാരും ഉണ്ടെങ്കിൽ പോകും. ആര് വന്നാലും വന്നില്ല ട്രിപ്പ് പോകും. അമ്മായിക്ക് എന്താ പറയാ? അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ടൂർ പോവാം. വൺ ഡേ ടൂർ മതി, വേണ്ട അല്ലാത്തത് വേണ്ട. വൺ ഡേ ടൂർ ഇതടക്കം നല്ല അടിപൊളിയാക്കി സൂപ്പറാക്കും. വൺ ഡേ ടൂർ മതി, അല്ലാത്ത വേണ്ട. ചേച്ചി പറഞ്ഞു നമ്മളെ പ്രിയവതി ഇത് രണ്ടാമത്തെയാ. താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. അടിപൊളിയാണ്, സൂപ്പറാണ്, ഇഷ്ടപ്പെട്ട്. അടുത്ത വർഷം എങ്ങനെ വേണം? ട്രിപ്പ് വേണോ? ട്രിപ്പ് അതാ നിന്റെ അഭിപ്രായം? ട്രിപ്പ് സൂപ്പറായിരിക്കും. അതെ, ഇതാണ് മാളവികയുടെ പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഇതിലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ, ഫോളോ ചെയ്യാ. ഇതിലെന്താണ് മെയിൻ കണ്ടന്റ്? എന്താണ് ഞാൻ തന്നെയാണ് കണ്ടന്റ്. അതല്ല, എന്താണ് കണ്ടന്റ്? സ്റ്റൈലിംഗ്, ഫാഷൻ, ബ്യൂട്ടി എല്ലാം ഉണ്ട്. ഓക്കെ. അച്ഛൻ ഇപ്പോഴാണ് വന്നത്. 2026 കുറിച്ച് എന്താ പറയാ? അച്ഛൻ വന്നല്ലോ. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ട്
പ്രയാണം എന്താ പറയാ അച്ഛനയച്ചു കൊടുക്കാനുള്ള ഇവരും ബജി കളിക്കണം എടാ ബജിക്ക് പ്രതിക്ക് അയച്ചു കൊടുക്കാനുള്ള പറ എന്താ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി സൂപ്പറാണ് കളിച്ച കൊറേ എല്ലാരും എടുത്തോ അച്ഛനോ റെക്കോർഡ് നോക്കാം നമ്മുടെ വെല്ലിച്ചനുണ്ട് വെല്ലിച്ചനോ റെക്കോർഡ് വെല്ലിച്ചനോ ഇതാണ് അച്ഛൻ ഉറങ്ങാത്ത വീട് കൂടി ചോദിക്കാം 2026 മീറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് 2026 ഫാമിലി മീറ്റിനെ കുറിച്ച് എന്താണ് വെല്ലിച്ചന് പറയാനുള്ളത് നല്ല പരിപാടിയായിരുന്നു ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ് നീ യൂട്യൂബിൽ വരും കേട്ടോ യൂട്യൂബിൽ വരും കുഴപ്പമില്ല ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞില്ല ഇത് എത്രാമത്തെ ഐസ്ക്രീമാണിത് നിനക്ക് എന്താ പറയാ എനിക്കൊരെണ്ണം തരും ഒരെണ്ണം ഒരു ഐസ്ക്രീം ആണോ അവന് ഒരു ഐസ്ക്രീം കൊടുക്കും എടാ ഫ്രിഡ്ജിലിടാ പോയെടുത്തോ എന്താണ് പ്രശ്നം കേക്ക് മുറിക്കാൻ പോവാണ് നമ്മള് അപ്പൊ അതായത് നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ് എല്ലാരും കേക്ക് മുറിക്കാൻ പോവാണ് എല്ലാരും കേക്ക് മുറിക്കാൻ ചെല്ലണം ഫുഡ് കൊടുക്കൽ പെട്ടെന്ന് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക എന്നാലും അങ്ങോട്ട് വരാ പറഞ്ഞ അപ്പൊ ഞാൻ പറയാ നീ ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോ ബ്രേക്ക് എടുത്ത് ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു അതെ അപ്പൊ എല്ലാരും വരാ കേക്ക് മുറിക്കാൻ പോണ ഹേയ് പിന്നെ എല്ലാരും വിളിച്ച അത് കേക്ക് മുറിക്കാൻ പൊട്ടിക്കോളൂ കേക്ക് ഓപ്പൺ ചെയ്തോണ്ടിരിക്കുകയാണ് ഫിന്നാണ്ട് എന്താണ് ഫിഗ് ആൻഡ് ഹണി വാക്കത്തി എടുത്തിട്ട് ഫാൻ്റെ അടിയിൽ ചൂറിച്ചിരുന്ന കുറച്ച് എടാ അത് പൊട്ടിക്കാൻ അറിയോ നിനക്ക് അത് പൊട്ടിക്കാൻ അറിയാന്നാണ് നമ്മുടെ ഗ്യാങ്സ് പറയുന്നത് പൊട്ടിക്കണം നീ തന്നെ നിങ്ങളൊക്കെ തന്നെ വേറെ ഏത് ഗ്യാങ്സ് കേക്ക് മുറിക്കാൻ പോവാണ് പറഞ്ഞോ അപ്പൊ എല്ലാവരുടെ അനുവാദത്തോടുകൂടി നമ്മളുടെ ഇന്നത്തെ അപ്പൊ ഈ വർഷത്തെ 2026 പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത വർഷം ട്രിപ്പായിട്ട് കാണാം അല്ലേ ബൈ ഗൈസ് ബൈ എല്ലാവർക്കും ബൈ അയ്യോ പറയാന്നില്ല ബൈ ഗൈസ് ബൈ ഗൈസ് മാത്രം വന്നായി അപ്പൊ ചാറ്റ സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.